ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഒരു പരസ്യവാചകത്തിൽ നിന്ന് തന്നെ ഇന്ന് ഞാൻ തുടങ്ങുകയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കാരണം അങ്ങനെ സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ ഏത് പ്രതിസന്ധി വന്നാലും അതിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന ആളായിരിക്കും. നിങ്ങൾ ഈ ലോകത്തുള്ള മഹാന്മാരെ ചരിത്രമൊന്ന് എടുത്തു നോക്കുക. എല്ലാവരും മഹത്വത്തിലേക്ക് നടന്നു കയറിയിട്ടുള്ളത് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ്. ഒരു പ്രതിസന്ധിയും അവരെ തളർത്തുന്നില്ല, ഒരു പ്രതിബന്ധങ്ങളും അവരെ തടയുന്നില്ല. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശരീരം മുഴുവനും തളർന്നു പോയിട്ടും വീൽ ചെയറിലിരുന്ന് മഹാവിജയങ്ങൾ വെട്ടിപ്പിടിച്ച സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഒരു ഇച്ഛാശക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്. എല്ലാവർക്കും അവരവരുടെ കഴിവുകളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകട്ടെ, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും അതായിരുന്നു, അതിൻ്റെ തുടർച്ചയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ആമുഖമായിട്ട് ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 14 മുതലാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 14 നമ്മൾ തുടങ്ങിയിട്ടില്ല, അത് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറ്റ് പ്രസൻറ്റ്. ഒറിജിനലി ഇറ്റ് വാസ് 7. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒഴിവാക്കിയപ്പോൾ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്ന് ഓർഡറായിട്ട് ആദ്യം ഒന്ന് മനസ്സിൽ ഓർക്കുക. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇതാണ് 6. നമുക്ക് വിശദമായി തന്നെ പഠിക്കാം, ഓരോന്നും വ്യക്തമായി പഠിക്കണം. ആദ്യം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു 6 നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരവും സാംസ്കാരികപരമായ അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അഥവാ പ്രതിവിധിക്കുള്ള അവകാശം. ഇത്രയാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം. മൂന്നാമത് പറയുന്നത് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ്. നമ്മൾ അറിയാതെ പറയുന്ന ഒരു ഓളത്തിൽ പറഞ്ഞു പോകും. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്നായി പോകരുത്. ചൂഷണത്തിനുള്ള അവകാശമല്ല, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാണ്. അപ്പോൾ തുടങ്ങാം, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18 മാത്രമേ ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുറച്ച് കാര്യങ്ങൾ, അധിക കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് അടുത്ത റൈറ്റ് ടു ഇക്വാലിറ്റി മുതൽ അങ്ങോട്ടുള്ളത് അതിലിപ്പം നമുക്ക് പറഞ്ഞു പോകാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഈ പറയുന്ന ഹെഡിങ്ങിൽ വരുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആർട്ടിക്കിൾ, അതുപോലെ വരുന്ന സെക്ഷൻ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ആർട്ടിക്കിളാണ്. അതിൻ്റെ ഉപ ആർട്ടിക്കിളെല്ലാം നിങ്ങൾ വ്യക്തമായി പഠിക്കേണ്ടതാണ്. അത് ഞാൻ വളരെ വ്യക്തമായി നമ്മുടെ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇത് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏത് പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് ഇതൊന്ന് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18, 14, 15, 16, 17 and 18. ഒരു 5 ആർട്ടിക്കിൾസ് അടങ്ങുന്നതാണ് ഈ ഹെഡിങ്.
റൈറ്റ് ടു ഇക്വാലിറ്റി. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 സേസ് ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ ഈക്വൽ ബിഫോർ ലോ. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അത് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ഇനി ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് വാക്കുകൊണ്ട് അതിനെ കുറച്ചുകൂടി വ്യക്തമാക്കാം? റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ റൂൾ ഓഫ് ലോ? ആൻസർ എന്താണ്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇത്രയേ ഉള്ളൂ. തിരിച്ച് മറിച്ചും ചോദിക്കാം. ആർട്ടിക്കിൾ 14 says that dash all persons are equal before law. അല്ലെങ്കിൽ what do you mean by rule of law? all are equal before law. ഈ അടുത്ത കാലത്തും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്. റൂൾ ഓഫ് ലോ മീൻസ് എന്നിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ, ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അല്ലെങ്കിൽ അടുത്ത ഒരു ഓപ്ഷനായിട്ട് വരുന്നത് സർട്ടൻ പേഴ്സൺസ് ഹാവ് സ്പെഷ്യൽ റൈറ്റ് അണ്ടർ റൂൾ, ഇങ്ങനെ അണ്ടർ ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻ കൊടുക്കുക. അവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, ദാറ്റ് ഈസ് കോൾഡ് റൂൾ ഓഫ് ലോ. അതാണ് ആർട്ടിക്കിൾ 14 വ്യക്തമാക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രിവിലേജ്, ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു പദവിയുണ്ട്, ഒരു പോസ്റ്റുണ്ട്. അത് ഏതാണെന്ന് പറയാമോ? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. ഇൻ ദ റൂൾ ഓഫ് പ്രിൻസിപ്പിൾ ഇക്വാലിറ്റി പ്രസിഡന്റ് ഓർ ഗവർണർ ഗെറ്റ് സർട്ടൺ ഇമ്മ്യൂണിറ്റി ഓർ എന്താണ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. എക്സെപ്റ്റ് പ്രസിഡന്റ് ഓർ ഗവർണർ എന്ന് പറയരുത്, അവരും തുല്യരാണ്. പക്ഷെ അവർക്ക് ചെറിയൊരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്, ചെറിയൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ വിച്ച് പോസ്റ്റ് ഹാസ് ഇമ്മ്യൂണിറ്റി ഓർ പ്രിവിലേജ് അണ്ടർ ദി പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർ ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്ന, പ്രിവിലേജ് കിട്ടുന്ന ഒരു പോസ്റ്റ് ഏതെന്ന് വെച്ചാൽ പ്രസിഡന്റ്. കാരണം എന്താണെന്നറിയോ? അത് അവരുടെ ഡ്യൂട്ടി. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹെഡ് ഓഫ് നാഷനാണ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. അവരൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും നിയമ വ്യത്യസ്തമായിട്ട് അവരെ അത് നിയമലംഘനം പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടുമെന്ന് മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് റൂൾ ഓഫ് ലോ. ഇതിനെയാണ് നമ്മൾ നിയമവാഴ്ച. റൂൾ ഓഫ് ലോ ഇന്ത്യ ബോറോഡ് ഫ്രം വിച്ച് നേഷൻ? ബ്രിട്ടൻ. നമ്മൾ പിന്നീട് പഠിക്കും. ബ്രിട്ടനിൽ നിന്നാണ് റൂൾ ഓഫ് ലോ. ആരാണ് ഫാദർ ഓഫ് റൂൾ ഓഫ് ലോ? A.V. ഡെയ്സി ആണ് ഫാദർ ഓഫ് റൂൾ ഓഫ് ലോ. ജസ്റ്റ് ഒന്ന് ഓർത്തുകൊള്ളൂ. അതൊക്കെ ഇനി പഠിക്കാൻ പ്രത്യേക അവസരങ്ങളുണ്ട്, അപ്പോൾ വിശദമായി പഠിക്കാം. ഇപ്പം 14 വ്യക്തമായി നിങ്ങൾ മനസ്സിലായി. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവർക്കും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യ അവകാശമാണുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ഇത് ഇന്ത്യൻ സിറ്റിസണ് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. വിദേശികൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അവർക്കും നിയമം ബാധകമാണ്. ഇന്ത്യൻ സിറ്റിസണ് മാത്രമായിട്ട് ഉള്ള ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഇത് എല്ലാവർക്കും ബാധകമാണ്, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. ആർട്ടിക്കിൾ 14 സേസ് ദാറ്റ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ക്ലിയർ ആയല്ലോ അത്? ഇനി 15 വളരെ പ്രധാനപ്പെട്ടൊരു ആർട്ടിക്കിളാണ് 15 പറയുന്നത്. ആദ്യം നിങ്ങൾ പറയുക പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തെ തടയുന്നു. ആർട്ടിക്കിൾ 15 നമുക്ക് പറയാം പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ. ഇനി അതിൽ 51, 2, 3 ഒക്കെ നമ്മൾ പഠിക്കണം. 51 പറയുന്നത് പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ എക്സെട്ര. നോക്കൂ, ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസം പാടില്ല. പാഠപുസ്തകത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന വാചകമാണ്.
ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രദേശ വ്യത്യാസം പാടില്ല. ആർട്ടിക്കിൾ 51 പറയുന്നത് അതിൻ്റെ പേരാണ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാകണമെങ്കിൽ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തുകൊള്ളാറുള്ളൂ. നമ്മൾ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അവിടെ ഒരു വാക്ക് പറഞ്ഞു, റൂൾ ഓഫ് ലോ. അതുപോലെ തന്നെ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര എന്നൊക്കെ പറയുന്നത് അതിനെയാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15(1) പറയുന്നു. ഓക്കെ ആണല്ലോ 51. ഇനി 15(2) പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ആ വസ്തുതകൾ അടിസ്ഥാനമാക്കി 2 പറയുന്നത് അറിയാമോ? പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ് ഓർ പ്ലേസ്. ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ ഇനി പറയുന്ന 2 സ്ഥലത്ത് ആരെയും പ്രൊഹിബിറ്റ് ചെയ്യരുത്, ആരെയും തടയരുത്. അതായത് അങ്ങനെ തടയുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. പറയുന്നു, മനസ്സിലാവുന്നുണ്ടോ? പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. നമ്മൾ നേരത്തെ 1 പറഞ്ഞില്ലേ? ആ ഘടകങ്ങളുടെ അടിസ്ഥാനമാക്കി ഇനി പറയുന്ന കാര്യങ്ങളിൽ ആരെയും തടയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പറയും നോക്കൂ, ഓൺ ആക്സസ് ടു ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. കടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പൊതുഭോജനശാലകൾ, അതുപോലെ തന്നെ എന്താണ് എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള വിനോദ കേന്ദ്രങ്ങൾ, ഇവിടേക്ക് ഉള്ള പ്രവേശനം ഈ പറഞ്ഞ ഘടകങ്ങൾ അനുസരിച്ച് തടയാൻ പാടില്ല. നോക്കൂ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓൺ ആക്സസ് ടു ഷോപ്സ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. ഒരു വ്യക്തി ഹോട്ടലിൽ വരികയാണ്, ഭക്ഷണം കഴിക്കാൻ വരികയാണ്, എല്ലാവരും വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ പറയുന്നു, കയറരുത്, ഇവിടെ നിനക്ക് ഭക്ഷണമില്ല. എന്തുകൊണ്ട്? നീ ജാതിയിൽ കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ നീ കളറിൽ കുറഞ്ഞവനാണ്, നീ മോശപ്പെട്ട വർഗത്തിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ നീ പുരുഷനായിപ്പോയി, സ്ത്രീകൾക്ക് മാത്രം, അല്ലെങ്കിൽ സ്ത്രീ ആയിപ്പോയി. ഇങ്ങനെയുള്ള ഏതെങ്കിലും മാനദണ്ഡപ്രകാരം ആരെങ്കിലും തടയാൻ പാടില്ല ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്ലേസസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്സ്. നിങ്ങളൊരു ബീച്ചിലൊക്കെ ചെല്ലുകയാണ്, അത് പബ്ലിക് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ തടയുകയാണ്, നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല. ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതാണ് 1. 15(2)(a) പറയുന്നത്. അതായത് നോ പേഴ്സൺ ഷാൽ ബി റെസ്ട്രിക്റ്റഡ്. എവിടെയൊക്കെ? ടു എൻ്റർ ഇൻറ്റു ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, പ്ലേസസ് ഓഫ് പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഉള്ള പ്രവേശനം തടയാൻ പാടില്ല. ബി പറയും നോക്കൂ, ഓൺ യൂസ് ഓഫ് പബ്ലിക് ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്സ്, വെൽസ്, ടാങ്ക്സ്, ബാത്തിങ് ഗട്ട്സ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട്. ഇവിടെയും പറയുന്നത് നോക്കൂ, പൊതുകുളങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണയിലുള്ള, ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിലുള്ള പൊതു കിണറുകൾ, കുളങ്ങൾ, ബാത്തിങ് ഗട്ട്സ് സ്നാനഘട്ടങ്ങൾ, അതുപോലെ പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് പൊതുവിശ്രമ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രദേശ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി തടസ്സപ്പെടുത്താൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം 15(1) പറയുന്നത്, നിങ്ങൾ വ്യക്തമായി പഠിക്കണേ, 15(1) പറയുന്നത് prohibits discrimination on the ground of caste, religion, sex, place of birth, etc. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സോഷ്യൽ ജസ്റ്റിസിന് തടസ്സമായി നിൽക്കുന്നത് ഒന്നും പാടില്ല എന്ന് പറയുന്നു 15(1). പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, ആ വാക്ക് ഓർമ്മിച്ചാൽ വിവേചനത്തെ തടയുന്നു. 15(2) പറയുന്നത് ഈ പറഞ്ഞ ഓൺ ദി ബേസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര അതിൻ്റെ അടിസ്ഥാനത്തിൽ നോ വൺ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. എവിടെയൊക്കെ? ഇൻ ദി റെസ്റ്റോറൻറ്റ്,
ഹോട്ടൽസ്, പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് അവിടെ ഒന്നും തടയാൻ പാടില്ല. ബിയിൽ പറയുന്നത് എവിടെയൊക്കെയുള്ള യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ യൂസ് ചെയ്യുന്നത് തടയാൻ പാടില്ല. വെൽസ്, പബ്ലിക് വെൽസ്, അതുപോലെ തന്നെ ടാങ്ക്സ്, ബാത്തിങ് ഗഡ്സ്, ദി പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട്, പൊതുവിശ്രമ കേന്ദ്രങ്ങൾ, പൊതു കിണറുകൾ, പൊതു കുളങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്നാനഘട്ടങ്ങൾ, ഇവയിലേക്കുള്ള പ്രവേശനവും ഈ പറഞ്ഞ ഘടകങ്ങളെ അടിസ്ഥാനമായി തടയാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പൊതു കിണറുകളാണ്, സർക്കാരിൻ്റെയൊക്കെ നിയന്ത്രണത്തിലുള്ള കിണറാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കിണറിൽ നിന്ന് ആര് വെള്ളം കോരണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അത് പബ്ലിക് വെല്ലല്ല, ഞാൻ പ്രൈവറ്റായിട്ട്. അപ്പം ഞാൻ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കും, ചിലർ വരുമ്പം ഇല്ല എന്ന് പറയും. അപ്പോൾ അയാൾ പറയും നിങ്ങൾ അപ്പുറത്തെ ആളിന് കൊടുത്തതോ, അതെൻ്റെ ഇഷ്ടം. അവിടെ നിന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെയും നമ്മൾ ജാതി മതം പറയാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അത് കേസാവും. അല്ലാതെ അത് പറയാതെ തന്നെ ചിലപ്പോൾ ഞാൻ ആ ജാതി ചിന്തയുള്ള ആളായിരിക്കാം, ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് പക്ഷെ അത് തുറന്ന് പറയുന്നില്ല. നിയമത്തിന് മുമ്പിൽ സേഫ് ആകാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അത് അയാൾ കൊടുത്തു, നിങ്ങൾക്ക് തരാനില്ല ഇവിടെ വെള്ളം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. കേസ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെയല്ല ഒരു പഞ്ചായത്ത് കിണറിൽ ജാതി കുറഞ്ഞ ഒരാൾ വെള്ളം കോരാൻ വരുമ്പോൾ നിനക്ക് ഇവിടെ നിന്ന് വെള്ളമില്ല എന്ന് പറയാൻ പറ്റുമോ? അത് തടയാൻ പാടില്ല. പൊതു കിണറിൽ, പൊതു ടാങ്കിൽ, ഇനി സ്നാനഘട്ടങ്ങൾ, ബലിതർപ്പണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്നത് ബാത്തിങ് ഗഡ്സ്. ഈ സ്നാനഘട്ടങ്ങൾ മറ്റും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കുള്ള ബാത്തിങ് ഗഡ്സ് ഉണ്ട്. അവിടെയൊക്കെ വന്നിട്ട് എന്താണ് അവിടെ അതൊക്കെ ഉപയോഗിക്കാൻ വരുമ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ തടയാൻ പാടില്ല. പബ്ലിക് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ വിശ്രമ കേന്ദ്രങ്ങൾ കാണും. അവിടെയൊന്നും ഈ പറഞ്ഞ മാനദണ്ഡപ്രകാരം ചില തടസ്സങ്ങൾ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ, ആരെങ്കിലും വരുത്തുകയാണെങ്കിൽ അത് എഗൻസ്റ്റ് ആർട്ടിക്കിൾ 15 ആണ്. ഓക്കെ ആണോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ആർട്ടിക്കിൾ 15(3). ഇത് പഠിക്കണേ, മുമ്പൊന്നും ഇങ്ങനെ പഠിക്കണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ വളരെ വളരെ വ്യക്തമായി ഇതൊക്കെ പഠിച്ചേ മതിയാവും. 15(3) പറയുന്നത് 15(3) അലൗസ് സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. ഇവിടെ നോക്കൂ, ഇത് 15 എന്ന് പറയുന്ന ആർട്ടിക്കിളിന് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ്. 15 പറയുന്നതാണ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്. കണ്ട, സ്ത്രീ പുരുഷ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയും ഒരു വിവേചനവും പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയും. നോക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ചില പ്രൊവിഷൻസ് കൊണ്ടുവരാം. അപ്പോൾ അത് എഗൻസ്റ്റ് 15 അല്ലേ എന്ന് നമുക്കൊരു തോന്നൽ വരും. അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആശയക്കുഴപ്പം വരും. ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു സ്പെഷ്യൽ പ്രൊവിഷൻസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം, സർക്കാരിന് അതിന് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും എങ്കിൽ പിന്നെ അത് വിവേചനമല്ലേ? അല്ല. എന്തുകൊണ്ട്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളാണ് സ്ത്രീകളും കുട്ടികളും. അതുകൊണ്ട് അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതൊരിക്കലും 15 ആർട്ടിക്കിളിന് എഗൻസ്റ്റ് അല്ല എന്നെടുത്ത് പറയുന്നതാണ് ആർട്ടിക്കിൾ 15(3). അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം. ആർട്ടിക്കിൾ 15(3) അലൗസ് ദി സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ്. ആർക്ക് വേണ്ടി? ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ക്യാൻ ബി മെയ്ഡ് ബൈ ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിന് ചെയ്യാം. നോക്കൂ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന LSGI സെക്രട്ടറി പരീക്ഷ എഴുതിയിട്ടുണ്ടാകും പലരും. ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസിൽ നടന്ന സെക്രട്ടറി പരീക്ഷ, പഴയ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റാണ്. ഇപ്പോൾ അത് LSGI സെക്രട്ടറി എന്നാണ് പറയുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെക്രട്ടറി തലത്തിൽ നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായൊരു പരീക്ഷയാണ് അതെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുന്നത് എഴുതിയതുമായ പരീക്ഷയാണ്. അതിലൊരു ചോദ്യമുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല. ചോദ്യം ഇതായിരുന്നു: ലോ ഫോംഡ് ഇൻ ദി ഇയർ 2012 ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്
ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 2012 കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നല്ലൊരു ചോദ്യമായിരുന്നു അത്. ചോദ്യം ഇതായിരുന്നു: ലോ ഫോംഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ഇൻ ദി ഇയർ 2011 ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിവിടെ 15(3) എന്താ പറഞ്ഞത്? സ്പെഷ്യൽ പ്രൊവിഷൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സർക്കാരിന് പ്രത്യേക നിയമനിർമ്മാണം നടത്താം, പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം. അപ്പോൾ 2012 കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം നിർമ്മിച്ചത് ഏത് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ആർട്ടിക്കിൾ 15(3) അല്ലേ? 15(3) അല്ലേ? ആ നിയമം ഏതാണ്? ആ നിയമത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആ നിയമമാണ് പോക്സോ ആക്ട്. നിങ്ങൾക്കറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ ആക്ട്. അപ്പം പോക്സോ ആക്ട് കൊണ്ടുവന്ന എന്തിനാണ്? കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഞാൻ പറയുന്നത്, ഇങ്ങനെ ചോദിച്ച PSC നിങ്ങൾ ഇനി പരീക്ഷ എഴുതാൻ പോകുമ്പം ഇതിനൊന്ന് മാറ്റി ചോദിക്കാം. എ ലോ ഫോംഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് വിമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ഇൻ ദി ഇയർ 2005. 2005 ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം നിർമ്മിച്ചത് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അത് ഇതല്ലേ? കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ വരാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പോക്സോ ആക്ട് നിലവിൽ വന്നത്, അല്ലെങ്കിൽ പോക്സോ ആക്ട് പാസ്സാക്കിയത് ഏത് ആർട്ടിക്കിളിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ 15(3) ആണ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമവും പാസ്സാക്കിയത് ഏത് ആർട്ടിക്കിളിൻ്റെ ബേസിലെന്ന് പറഞ്ഞാൽ ഇതല്ലേ? കാരണം വിമൻ ആൻഡ് ചിൽഡ്രൻ എന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് വളരെ ഈസിയായി തോന്നും. ക്ലിയർ ആയല്ലോ? അപ്പം 15(3) കിട്ടിയോ? ഇനി 15(4) അവിടെയും പറയുന്ന എന്താണ്? 15(4) ഇതും ഒരു എക്സെപ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സെപ്ഷണൽ കേസാണ് 15(3)ഉം 4ഉം ഒക്കെ. എന്താണ്? ഇവിടെയും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാമെന്ന് പറയാണ്. അത് എഗൻസ്റ്റ് 15 ആകുന്നില്ല എന്ന് പറയുന്നതാണ്. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15(4) അലൗസ് ദി സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്, അല്ലെങ്കിൽ SC/ST ഓർ അതർ ബാക്ക്വേർഡ് ക്ലാസ്. പട്ടികജാതി പട്ടികവർഗക്കാർ, സമൂഹത്തിൽ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരമായും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊവിഷൻസ് കൊണ്ടുവരുന്നതിന് 15-ാം വകുപ്പ് തടസ്സമാകുന്നില്ല. അങ്ങനെ കൊണ്ടുവരാം. സ്റ്റേറ്റ് ക്യാൻ മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഓർ SC/ST സെക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നതും സർക്കാരിന് തടസ്സമില്ല. അത് 15-ാം വകുപ്പിൻ്റെ ലംഘനമല്ല, വിവേചനത്തെ തടയുന്ന വകുപ്പിൻ്റെ ലംഘനമാകുന്നില്ല. കാരണം എന്താണ്? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ്. അവരുടേതായ കുറ്റം കൊണ്ടല്ല, നിലനിന്നിരുന്ന പല സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ, അരികുവൽക്കരിക്കപ്പെട്ടു പോയ ഒരു വിഭാഗമാണ് SC/ST അല്ലെങ്കിൽ അതർ വീക്കർ സെക്ഷൻസ്. അവരെ കൂടി കൈപിടിച്ചുയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് ക്യാൻ മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഓർ SC/ST. അപ്പോൾ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് ചൂഴ്ന്ന് ഇറങ്ങി ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ നേരത്തെ പോക്സോ ആക്ട് എന്നോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നോ ഇതൊക്കെ പാസ്സാക്കുന്നത് ആർട്ടിക്കിൾ ഏതിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15(3) എന്ന് പറഞ്ഞു. അപ്പോഴിവിടെ നോക്കൂ നിങ്ങൾ, SC/ST അട്രോസിറ്റീസ് ആക്ട് വാസ് പാസ്ഡ് അക്കോർഡിംഗ് ടു വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15(4) പറയണം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ തടയുന്ന ആക്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15(4). ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ആർട്ടിക്കിൾ 15(5). ആർട്ടിക്കിൾ 15(5) അലൗസ് the state to make special provision to provide education to the children in SC/ST and educationally backward classes. It allows the state to make special provision to provide education to the children. എവിടെ? ഏത് കുട്ടികൾക്ക്? ഇനി SC/ST ആൻഡ് അതർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെയും അതുപോലെ തന്നെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നൽകുന്നതിന് ചില പ്രത്യേക പ്രൊവിഷൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് റിസർവേഷൻ കൊണ്ടുവരാം എന്നർത്ഥം. സ്റ്റേറ്റ് അപ്പോൾ അത് ആർട്ടിക്കിൾ 15(5) അലൗസ് ദി സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. ആർക്ക്? ടു ദി ചിൽഡ്രൻ ഇൻ SC/ST ആൻഡ് അതർ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. SC/STയോ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസോ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രൊവിഷൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലൊക്കെ അഡ്മിഷനിൽ റിസർവേഷൻ അനുവദിക്കാം. സ്റ്റേറ്റ് ക്യാൻ മേക്ക് ദീസ് പ്രൊവിഷൻ ബൈ ലോ ഫോർ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെദർ എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് ബൈ ദി സ്റ്റേറ്റ്. സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ള എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഇത് ബാധകമാക്കാം. പക്ഷെ ഒരിടത്ത് ബാധകമാക്കാൻ പറ്റില്ല. അത് എടുത്തു പറയണം. ദീസ് പ്രൊവിഷൻ ഡു നോട്ട് അപ്ലൈ ടു ദി മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ പഠിക്കും സെക്ഷൻ 30-ൽ 30-ലൊരു കാര്യം പറയുന്നുണ്ട്. സെക്ഷൻ 30 ഗീവ്സ് ഫ്രീഡം ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റിക്ക്, ഇന്ത്യയിലെ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാനും നടത്താനും അവകാശം നൽകുന്നു ആർട്ടിക്കിൾ 30-ൽ. അവിടെ സർക്കാർ ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാ പറയുന്നത്. അത് അവർ തീരുമാനിക്കും, ആ മൈനോറിറ്റി വിഭാഗക്കാർ തീരുമാനിക്കും. അവിടെ സർക്കാരിന് ഇങ്ങനെ, ഇതിപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രൈവറ്റ് സ്കൂളുകൾ, അത് എയ്ഡഡ് ആവാം അൺഎയ്ഡഡ് ആകാം, സർക്കാരിൻ്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ, അവിടെയൊക്കെ കുട്ടികൾക്ക് റിസർവേഷൻ കൊണ്ടുവരാം, കുട്ടികൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണമെന്ന് ആ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാം. ഇതൊക്കെ സർക്കാരിന് ചെയ്യാം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദി മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഓർക്കണം. മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 30 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അതിലുള്ള കൈകടത്തലായി പോകും. ആ പ്രൈവറ്റ് സ്കൂളിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു എക്സെപ്ഷണൽ കേസ് പോലെ ഒന്ന് പഠിച്ചു വെച്ചോളുക, അത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ 15-ൽ 1 to 5 വരെ നിങ്ങൾ ഓർക്കണം. ക്ലിയറായോ? 1-ൽ പറഞ്ഞത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ് എക്സെട്ര. അത് 1-ൽ പറഞ്ഞു. 2-ൽ പറഞ്ഞ എന്താണ്? 2 കാര്യങ്ങൾ. ജാതിയുടെയും മതത്തിൻ്റെയോ വർഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുകടകൾ, റെസ്റ്റോറൻറ്റുകൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തടയാൻ പാടില്ല. അതിൽ ബിയിൽ പറഞ്ഞ എന്താണ്? സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ള പൊതുകുളങ്ങൾ, കിണറുകൾ, സ്നാനഘട്ടങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രദേശ അടിസ്ഥാനമാക്കി തടയാൻ പാടില്ല. 15(3)-ൽ പറഞ്ഞത് എന്താണ്? കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനു വേണ്ടി എന്തെങ്കിലും നിയമനിർമ്മാണം സർക്കാരിന് നടത്താം. 15(4)-ൽ പറഞ്ഞ എന്താണ്? പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി സർക്കാരിന് നിയമങ്ങൾ കൊണ്ടുവരാം. 15(5)-ൽ പറഞ്ഞ എന്താണ്? സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ളതോ അല്ലാത്തതോ ആയ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്കൂളുകളിൽ, എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരാം. എന്നാൽ ഇത് എവിടെ ബാധകമാകുന്നില്ല? മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ബാധകമല്ല.
ഇത്രയും ക്ലിയറായോ 15 വിട്ടേക്കുക, 14ആയി 15ആയി. ഇനി നോക്കൂ, ആർട്ടിക്കിൾ 16 വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 16 ഗ്യാരണ്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. ആർട്ടിക്കിൾ 16 ഗ്യാരണ്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. മറക്കരുത്, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗം, സർക്കാർ ഉദ്യോഗം, ഉന്നത വിജയം നേടി, ഉന്നത റാങ്ക് വാങ്ങി ആ ഉദ്യോഗം നേടുന്നതിന് വേണ്ടിയിട്ട് ആണല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഉദ്യോഗം കിട്ടുന്നത്? ആ ഉദ്യോഗം നിങ്ങൾക്ക് നേടുന്നതിന് സർക്കാർ നിങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യുന്നു, ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വേറെ ആർക്കെങ്കിലും പ്രത്യേക സൗകര്യം ഒരുക്കുന്നില്ല. ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട, ഒരേ അടിസ്ഥാന യോഗ്യതയായുള്ള എല്ലാവർക്കും ഒരു വിജ്ഞാപനത്തിലൂടെ അവസരം കിട്ടുകയാണ് പരീക്ഷ എഴുതാൻ. എന്നിട്ട് ആ പരീക്ഷ നടത്തുന്നത് എങ്ങനെയാണ്? ഒരേ ചോദ്യ പേപ്പർ തരുന്നു, ഒരേ മാനദണ്ഡപ്രകാരം പേപ്പർ വാല്യൂഷൻ നടത്തുന്നു, മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നു, ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്നു. അപ്പോൾ എന്തിവിടെ പാലിക്കപ്പെട്ടു? ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇതിലിടയിലൂടെ ആരെങ്കിലും കടത്തി കയറുന്നു പോകുമ്പോഴാണ് അത് ഇക്വാലിറ്റിക്ക് വിരുദ്ധമായി മാറുന്നത്. എല്ലാവർക്കും ഒരേ അവസരമാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം പറയുന്നു ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 ഒരു 2 ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 16(4) പറയുന്ന എന്താണെന്ന് അറിയാമോ? ആർട്ടിക്കിൾ 16(4) പറയുന്നത്, ആർട്ടിക്കിൾ 16(4) allows the state to reserve government jobs for backward classes of citizen. Government job for backward. Article 16(4) allows the state to reserve government job for backward classes of citizen. അതായത് സർക്കാർ സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് റിസർവേഷൻ കൊണ്ടുവരാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് തടസ്സമാകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിസർവേഷൻ വരുമ്പോൾ അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയെ മറികടക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോകും. അപ്പോൾ അതൊരു എക്സെപ്ഷൻ പോലെ നിങ്ങൾ പഠിക്കണം. ആർട്ടിക്കിൾ 16(4) അലൗസ് സ്റ്റേറ്റ് ടു റിസർവ് ഗവൺമെൻറ് ജോബ്. എന്താണ്? റിസർവ് ഗവൺമെൻറ് ജോബ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺ. പിന്നാക്ക വിഭാഗക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത പിന്നാക്ക വിഭാഗക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു ആനുപാതികമായ എന്ത് കൊടുക്കാം? റിസർവേഷൻ കൊടുക്കാം. നോക്കൂ, ഇനി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അത് നമ്മൾ SC ST അതുപോലെ തന്നെ OBC റിസർവേഷനൊക്കെ വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ആർട്ടിക്കിൾ 16(6) പറയുന്നത്, ആർട്ടിക്കിൾ 16(6) allows the state to reserve up to 10% of government jobs for economically weaker section, EWS. ഈ അടുത്ത കാലത്ത് കൂടുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഒരു ടേമാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, EWS എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആർട്ടിക്കിൾ 16(6) allows the state to reserve up to 10% of government job for economically weaker section എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 16(4) പറയാത്ത വിഭാഗങ്ങൾ. 16(4) പറഞ്ഞത് പിന്നാക്ക വിഭാഗങ്ങളാണ്. അപ്പം 16(6) ഉദ്ദേശിക്കുന്ന ആരെ? മുന്നാക്ക വിഭാഗക്കാർക്ക്. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് ഉദ്യോഗങ്ങളിൽ 10% സാമ്പത്തിക സംവരണം അനുവദിക്കാം. EWSന് 10% സംവരണം അനുവദിക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത്? 16(6) പഠിക്കണം. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഇത് നടപ്പിലാക്കിയത്. അപ്പോൾ ഒരു ചോദ്യം വരും, വിച്ച് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡഡ് 10% റിസർവേഷൻ ടു ദി EWS? ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നാക്ക വിഭാഗക്കാർക്ക് 10% സംവരണം അനുവദിച്ച ഒരു ഭേദഗതി ഇങ്ങനെ ആകാമെന്ന്
16(6) പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കിയ ഒരു ഭേദഗതിയിലൂടെ ആ ഭേദഗതി പരീക്ഷയ്ക്ക് ചോദിക്കും. അമെൻമെൻറ്റ്, ദി അമെൻമെൻറ്റ് നോക്കൂ, 103rd, ദി 103rd അമെൻമെൻറ്റ് ഓഫ് 2019, 2019 103-ാം ഭേദഗതിയാണ് ഇത് ആഡ് ചെയ്തത്. ദിസ് ക്ലോസ് ടു ആർട്ടിക്കിൾ 16. ഇത് ആർട്ടിക്കിൾ 16 ആഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം കൂട്ടിച്ചേർത്താണ്. ആർട്ടിക്കിൾ 16(6) ഏത് അമെൻമെൻറ്റിലൂടെ? ആർട്ടിക്കിൾ 16(6) വാസ് ആഡഡ് അണ്ടർ 103rd അമെൻമെൻറ്റ് ഓഫ് 2019. അപ്പോൾ വിച്ച് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡഡ് 10% റിസർവേഷൻ ടു EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്ത അമെൻമെൻറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ അത് 103rd അമെൻമെൻറ്റ്, 103-ാം ഭേദഗതി, ഇയർ 2019. മുന്നാക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി 17-ഉം 18-ഉം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒറ്റ ക്ലാസ് അവസാനിക്കും. അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി അവസാനിക്കും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി, അയിത്തമില്ലാതാക്കുന്ന വകുപ്പ്. അയിത്തമില്ലാതാക്കുന്ന വകുപ്പ് ഇതാണ് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത്. ദി ആർട്ടിക്കിൾ വിച്ച് വാസ് അപ്രൂവ്ഡ് വിത്ത് ദി സ്ലോഗൺ ഗാന്ധിജി കി ജയ്. അതും കൂടെ ഓർമ്മിച്ചോളുക. ഗാന്ധിജി കി ജയ് വിളികളോടുകൂടി അംഗീകരിച്ച ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 70. അങ്ങനെ ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിച്ചോളൂ, പലതവണ ചോദിച്ചുള്ളതാണ്. വിച്ച് ആർട്ടിക്കിൾ വാസ് അഡോപ്റ്റഡ് വിത്ത് ദി സ്ലോഗൺ ഗാന്ധിജി കി ജയ്. ഗാന്ധിജി കി ജയ് വിളികളോടുകൂടി അംഗീകരിക്കപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി, അയിത്തമില്ലാതാക്കുന്ന വകുപ്പ്, അസ്പർശ്യത ഇല്ലാതാക്കുന്ന വകുപ്പ്, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്ന വകുപ്പ്. എന്താണ് ഇവിടെ ഗാന്ധിജി കി ജയ് എന്ന സ്ലോഗൻ മുഴക്കിയത് അംഗീകരിക്കാൻ കാരണം? ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ആഗ്രഹിച്ചതും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചതുമായത് വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ അംഗീകരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് ഗാന്ധിജി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, അബോളിഷസ് അൺടച്ചബിലിറ്റി ഈ ആർട്ടിക്കിളിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഇതിൽ നിന്നൊരു ഇൻസ്പിറേഷനിലോടുകൂടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിയത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട്, അയിത്ത നിരോധന നിയമം. Untouchability Offence Act was passed in the Indian Parliament in the year 1955. ആ ഇയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Untouchability Offence Act was passed in the year 1955. ഇനി നോക്കൂ, this act was renamed in 1976 as Protection of Civil Rights Act of 1955. 1955 അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് 1976 ആയപ്പോൾ, 1976 ആയപ്പോൾ അതിന് പുനർനാമകരണം ചെയ്തു. ഇറ്റ് വാസ് റീനെയിംഡ് ഇൻ 1976. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൗരാവകാശ സംരക്ഷണ നിയമം. തൊട്ടുകൂടായ്മ നിരോധന നിയമം പൗരാവകാശ സംരക്ഷണ നിയമമായി മാറിയത് 1976. അപ്പോൾ അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട്, അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1955. ഇറ്റ് വാസ് റീനെയിംഡ് ഇൻ 1976 ആസ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ഈ 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയി മാറി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1976 എന്ന് പറയരുത്. പേര് മാറിയതേ ഉള്ളൂ, ആക്ട് പഴയത് തന്നെ. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955 എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 17 ഇത്രയേ ഉള്ളൂ. ഇനി ഒരൊറ്റ ആർട്ടിക്കിൾ കൂടി പഠിക്കണം. അതിലൊരു 4-5 പോയിന്റ് വരും, നിർബന്ധമായി പഠിച്ചു വയ്ക്കണം. ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? 18(1) പറയുന്നത് അബോളിഷസ് ടൈറ്റിൽസ്, പദവികൾ, സ്ഥാനപ്പേരുകൾ, ബഹുമതികൾ എന്നൊക്കെ പറയാം. അബോളിഷസ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാഡമിക്. നോക്കൂ, വിദ്യാഭ്യാസ സംബന്ധമോ
സൈനിക സംബന്ധമോ ആയ ബഹുമതികൾ ഒഴികെ ബാക്കിയൊന്നും സ്വീകരിക്കാൻ പാടില്ല, ബാക്കിയൊന്നും നൽകാനും പാടില്ല ഗവൺമെൻറ്. അപ്പം ഇവിടെ നമുക്ക് വഹിക്കാവുന്ന പദവികൾ വിദ്യാഭ്യാസ സംബന്ധമായി, ഇപ്പോൾ ഡോക്ടറേറ്റ്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡോക്ടറേറ്റ് ബിരുദം സ്വീകരിക്കാം. ഇപ്പോൾ മിലിറ്ററി കൊടുക്കുന്ന ലെഫ്റ്റനൻറ്റ് കേണൽ സ്വീകരിക്കാം. അല്ലാതെ മറ്റെവിടെയെങ്കിലുമോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയി കാശ് കൊടുത്ത് ഏതെങ്കിലും പദവികൾ വാങ്ങി അത് പേരിനോടൊപ്പം വച്ച് ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കുന്നതല്ല. അത് പാടില്ല. ആർട്ടിക്കിൾ 18(1) അബോളിഷസ് ടൈറ്റിൽ എക്സെപ്റ്റ് മിലിറ്ററി ഓർ അക്കാദമിക്. മിലിറ്ററി അക്കാദമിക് പർപ്പസിന് സംബന്ധമായിട്ടുള്ള പദവികൾ വഹിക്കാം, അല്ലാതെ ഒന്നും വഹിക്കാൻ പാടില്ല. 18 പറയുന്നു. 18(2) പറയും, നോക്കൂ, സ്റ്റേറ്റ്സ് ദാറ്റ് നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 18(2) സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താണ് പറയുന്നത്? നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ അക്സെപ്റ്റ് ടൈറ്റിൽ ഫ്രം എ ഫോറിൻ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 18(2) സ്റ്റേറ്റ്സ് ദാറ്റ് നോൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശ പൗരൻ, അതിനല്ലേ നോൺ സിറ്റിസൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരനല്ലാത്തൊരു വ്യക്തി, ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരനല്ലാത്തൊരു വ്യക്തി വിദേശ രാജ്യത്തിൽ പോയി ഒരു പദവി സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു വിദേശിയാണ്, അയാൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അയാൾ ഇന്ത്യൻ പൗരനുമല്ല. എന്നാലും അയാൾക്ക് വിദേശ രാജ്യത്ത് പോയി ഇവിടെ ജോലിയിൽ തുടരുന്ന സമയത്ത്, ഇവിടെ ഇന്ത്യയിലുള്ളപ്പോൾ വിദേശ രാജ്യത്ത് പോയി ഏതെങ്കിലും ഒരു പദവി സ്വീകരിക്കാൻ പാടില്ല. ക്ലിയർ ആയതോടു. ആർട്ടിക്കിൾ 18(2) സ്റ്റേറ്റ്സ് ദാറ്റ് നോൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ അക്സെപ്റ്റ് എ ടൈറ്റിൽ ഫ്രം ഫോറിൻ സ്റ്റേറ്റ്. ഒരു ഇന്ത്യയിലുള്ള ഒരു നോൺ സിറ്റിസൺ, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശി മറ്റു രാജ്യത്ത് നിന്ന് മറ്റ് പദവികൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 18(3) സ്റ്റേറ്റ്സ് ദാറ്റ് എ നോൺ സിറ്റിസൺ ഹൂ ഹോൾഡ്സ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി, ഇപ്പം പറയുന്ന ഇന്ത്യയിൽ ഉദ്യോഗം വഹിക്കുന്ന ഒരു വ്യക്തി, നേരത്തെ ഇന്ത്യയിൽ തന്നെ താമസക്കാരനായ ഒരു വ്യക്തി ആ സമയത്ത് വിദേശ രാജ്യത്ത് പോയി ഒരു പദവി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം പറയും, നോക്കൂ, ആർട്ടിക്കിൾ 18(3) പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് നോൺ സിറ്റിസൺ ഹൂ ഹോൾഡ്സ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് കനോട്ട് അക്സെപ്റ്റ് ഫോറിൻ ടൈറ്റിൽ വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് പ്രസിഡന്റ്. വിദേശത്തുള്ള ഒരു ഏതെങ്കിലും വ്യക്തി ഇവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമല്ലോ, നമ്മളെത്രയോ നമ്മുടെ ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, അവിടുത്തെ പൗരത്വം എടുത്തിട്ടല്ലല്ലോ പോകുന്നത്. അതുപോലെ ഇന്ത്യൻ പൗരത്വം എടുക്കാതെ തന്നെ ഇന്ത്യയിൽ പല വിദേശികളും വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവരിവിടുന്ന് ശമ്പളം വാങ്ങുന്നുണ്ട്. അവർ അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു ജോലിയും ശമ്പളമൊക്കെ പറ്റുന്ന ഒരു വ്യക്തി വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പദവികൾ സ്വീകരിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം നിർബന്ധമാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി ആകാം എന്നാണ് 18(3) പറയുന്നത്. 18(3) സ്റ്റേറ്റ്സ് ദാറ്റ് നോൺ സിറ്റിസൺ ഹൂ ഹോൾഡ്സ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് കനോട്ട് അക്സെപ്റ്റ് ഫോറിൻ ടൈറ്റിൽ വിതൗട്ട് ദി കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ്. ഓക്കെ അല്ലേ? ഇനി ആർട്ടിക്കിൾ 18(4) സ്റ്റേറ്റ്സ് ദാറ്റ് നോ പേഴ്സൺ ഹോൾഡിംഗ് പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ പ്രോഫിറ്റ് അണ്ടർ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന ഒരു വ്യക്തി എന്താണ്, കനോട്ട് അക്സെപ്റ്റ് എനി ഗിഫ്റ്റ്, ഇമോൾമെൻറ്റ്സ് ഓർ ഓഫീസ് ഫ്രം ഫോറിൻ സ്റ്റേറ്റ് വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് പ്രസിഡന്റ്. നമ്മുടെ രാജ്യത്ത് ഉദ്യോഗം വഹിക്കുന്ന ഏതൊരു വ്യക്തി, അത് വിദേശിയാകാം സ്വദേശിയാകാം ആരോ ആയിക്കോട്ടെ, നമ്മുടെ രാജ്യത്ത് ഉദ്യോഗം വഹിക്കുന്ന ഒരു വ്യക്തി വിദേശ രാജ്യത്ത് പോയി എന്തെങ്കിലും സമ്മാനങ്ങളോ ശമ്പളമോ, അവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ഇടയ്ക്ക് അവിടെ ചെന്ന് ഒരു ജോലി ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസം ജോലി ചെയ്ത് അവിടെ നിന്നൊരു ശമ്പളമോ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പദവിയോ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ ഇന്ത്യയിൽ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി, അത് ഫോറിൻ ആയാലും കൊള്ളാം ഇന്ത്യൻ ആയാലും കൊള്ളാം, വിദേശ രാജ്യത്ത് പോയി എന്തെങ്കിലും സമ്മാനങ്ങളോ എന്തെങ്കിലും ഇമോൾമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ശമ്പളമോ എന്തെങ്കിലും ഒരു ഉദ്യോഗമോ
ഒന്നും സ്വീകരിക്കാൻ പാടില്ല രാഷ്ട്രപതിയുടെ കൺസെൻ്റ് ഇല്ലാതെ. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചിലപ്പോൾ രാഷ്ട്രപതി കൺസെൻറ്റ് കൊടുക്കും. ഒരു സമ്മാനം, ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ വിദേശത്തു നിന്നൊരു സമ്മാനം കിട്ടി, അത് വാങ്ങിച്ചോട്ടെ, രാഷ്ട്രപതിയോട് ചോദിക്കണം, രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടണം, അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയും ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം. ഇത് നമ്മുടെ ആർട്ടിക്കിൾ എത്രയിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 14 to 18 നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. ഞാൻ മെയിനായിട്ടുള്ള പോയിന്റ് മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഈ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 prohibits discrimination on the ground of caste, religion, sex, place of birth, etc. Article 17 abolishes untouchability. Article 18 prohibits titles. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള ആർട്ടിക്കിളുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മൾ പഠിച്ചോളൂ. അത് ഭംഗിയായി നിങ്ങൾ പഠിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.